ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചതാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു അവൽ വിളയിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. നമ്മളിവിടെ 300 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരപ്പാനി ഒരു നൂൽ പരുവം ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ശർക്കരപ്പാനി ഇവിടെ ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ശർക്കരപ്പാനിയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കിത് അരിച്ചിട്ട് വേണം ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ്. നെയ്യ് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് അല്പം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉണക്കമുന്തിരിയും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കൂടുതൽ ഡാർക്ക് കളർ ആകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉണക്കമുന്തിരിയും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടുകടല നമ്മളിവിടെ 1/4 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊട്ടുകടല ഓവറായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കരുത്. കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എള്ളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എള്ള് ഈ ഒരു ചൂടിൽ മാത്രം റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. കാഷ്യൂ നട്ട്സ്, ഉണക്കമുന്തിരി, പൊട്ടുകടല, എള്ള് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം ഒരുമിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകുമെന്നുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുത്താലും മതിയാകും. നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ശർക്കരപ്പാനി നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചിരകിയ നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 3 കപ്പ് അളവിലാണ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാളികേരം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ നാളികേരം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നാളികേരത്തിലെ ആ ഒരു ജലാംശമൊക്കെ ഒന്ന് മാറി വരണം. ഈ ശർക്കരപ്പാനി കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം. കൂടുതലങ്ങ് വറ്റി ഒരു നൂൽ പരുവം ആകേണ്ട ആവശ്യമില്ല. ശർക്കരപ്പാനി കൂടുതൽ വറ്റി ഒരു നൂൽ പരുവം ആയാൽ നമ്മുടെ അവൽ വിളയിച്ചത് ഹാർഡായി പോകും. ശർക്കരപ്പാനി ഇപ്പോൾ ഇവിടെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ അല്പം ലൂസായിട്ട് വേണം ഇരിക്കേണ്ടത്. ശർക്കരപ്പാനി ഈ ഒരു പാകത്തിന് വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈമിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഓപ്ഷണലാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ ഒരു ടൈമിൽ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അവൽ വിളയിച്ചതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 3 മിനിറ്റിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് അവൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണം നമ്മളിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ 250 ഗ്രാം മട്ട റൈസിൻ്റെ അവലാണ് എടുത്തിട്ടുള്ളത്. അവൽ മുഴുവനും ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചെറിയ ചൂടിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശർക്കരയൊക്കെ അവലിന് നല്ലതുപോലെ പിടിച്ച് അല്പം കുഴഞ്ഞിരിക്കുന്ന ഒരു പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് ഇരുന്ന് കഴിയുമ്പോൾ ശർക്കരയെല്ലാം ഒന്നും കൂടി അവലിൽ നല്ലതുപോലെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 7 ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ്, ഉണക്കമുന്തിരി, പൊട്ടുകടല, എള്ള് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന അവൽ വിളയിച്ചത് ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അവൽ വിളയിച്ചത് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്